ഈ ഒരു മാച്ചിന് മുന്നേ ആസ് എ ന്യൂട്രൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് ലിവർപൂൾ ജയിച്ച് അവർ ആ ഒരു പോയിൻറ്റ്സ് ടേബിളിൽ അവരുടെ ആ ഒരു ലീഡ് കുറച്ചുകൂടെ ഉയർത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആസ് എ ന്യൂട്രൽ അതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ലിവർപൂൾ കാണിച്ച ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ഡോമിനൻസ്, ആ ഒരു കൺവിൻസിങ് നേച്ചറൊക്കെ ഉണ്ടല്ലോ, അത് പ്ലസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലോപ്പ് പുറത്തോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ രക്തം തിളച്ച് നിൽക്കുകയാണ്. അവർ ഭയങ്കര സ്പിരിറ്റഡായിട്ടാണ് അവർ ഓരോ മാച്ചിനെയും കാണുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നു. അപ്പുറത്ത് ആർസണലാണെങ്കിൽ EFL കപ്പിൽ നിന്നും അതുപോലെ തന്നെ FA കപ്പിൽ നിന്നൊക്കെ അവർ പുറത്താകുന്നു. ഇവരെ പയ്യെ ആ ഒരു പോയിൻറ്റ്സ് ടേബിളിലും 2-3 സ്ഥാനത്തേക്കൊക്കെ വന്ന് ആ ഒരു എന്താ പറയുന്നത്, ഒരു ടൈറ്റിൽ കണ്ടൻഷനിൽ നിന്നൊക്കെ പയ്യെ എല്ലാവരും ആർസണലിൻ്റെ പേര് മാറ്റിക്കൊണ്ട് പോവുകയാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പം ഞാൻ ഓർത്തു മിക്കവാറും ഈ മാച്ച് ലിവർപൂളായിരിക്കും ജയിക്കാൻ പോകുന്നത്. പക്ഷേ മാച്ച് തുടങ്ങി ഫസ്റ്റ് ഹാഫ് നോക്കിയോ, ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ലിവർപൂളിനെ ആർസണൽ ഡോമിനേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ലിവർപൂളിൻ്റെ ഒരു ബിൽഡപ്പ് നമ്മൾ നോക്കുകയാണ്. ലിവർപൂൾ ബിൽഡപ്പ് ഫേസിൽ ലിവർപൂൾ ആ ഒരു 2 ഡിഫൻഡേഴ്സും, ഇപ്പം കൊണാട്ടെ ആണെങ്കിലും വാൻഡൈക്ക്, ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് അപ്പാർട്ടാവും. ഇവരുടെ വിങ് ബാക്ക് ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗോമസ് ആണെങ്കിൽ ഇൻവേർട്ടായിട്ട് മിഡ്ഫീൽഡിനെ ജോയിൻ ചെയ്യുന്നു. അപ്പുറത്ത് റൈറ്റ് ബാക്കായിട്ടുള്ള ട്രെൻഡിനെ നല്ല രീതിയിൽ മുന്നിലേക്ക് പുഷ് ചെയ്യും. ആ ഒരു ക്ലോപ്പ് നല്ല രീതിയിൽ മുന്നിലോട്ട് പുഷ് ചെയ്ത് അവിടെ ആ ഒരു വിട്ട് ഹോൾഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ വിട്ട് ഹോൾഡ് ചെയ്ത് ട്രെൻഡ് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ ആർസണൽ പോട്ടെ, ലിവർപൂൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ലിവർപൂൾ ഈ ഒരു മിഡ്ഫീൽഡിനെ നല്ല രീതിയിൽ ക്രൗഡ് ആക്കിക്കൊണ്ട് ത്രൂ ദ മിഡിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ത്രൂ ബോൾ മുന്നിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ലിവർപൂൾ ശ്രമിച്ചത്. പക്ഷേ ആർസണൽ അപ്പുറത്തെ ഭാഗത്ത് ഇവരുടെ ഈ ഒരു ഇൻറ്റൻഷൻ നോക്കിക്കൊണ്ട് തന്നെ ആർസണൽ നോക്കിയപ്പോഴത്തേനും ഇവർ മിഡ്ഫീൽഡിനെ ക്രൗഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നോക്കിയപ്പോൾ അവരുടെ ഗെയിമിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. അവിടുന്ന് ഫോൾസ് നയനായിട്ട് കളിച്ച ആ ഒരു കൈ ഹാവർട്സിനെ പയ്യെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓഡേഗാർഡ് വരുന്നു, പിന്നെ ഓൾറെഡി ജോർജിഞ്ഞോ, അതുപോലെ തന്നെ ഡെക്ലാൻ റൈസ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ശരിക്കും അവരും അതുപോലെ തന്നെ അവരും ആ ഒരു മിഡ്ഫീൽഡിനെ ക്രൗഡ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ ശരിക്കും ചെൽസിക്കെതിരെ ഇവരുടെ മിഡ്ഫീൽഡായിരുന്നു ബെറ്റർ. പക്ഷേ ഈ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ നോക്കിയാൽ ആർസണലിൻ്റെ മിഡ്ഫീൽഡായിരുന്നു ബെറ്റർ. അവർ ബോൾസ് വിൻ ചെയ്യുന്നു. ആ ഒരു ട്രാൻസിഷൻസിൽ ഈ ലിവർപൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ 2 ഡിഫൻഡേഴ്സും സ്പ്ലിറ്റ് അപ്പാർട്ടാകുന്നു. മിഡിലും 2 സൈഡിലും ഒക്കെ സ്പേസസ് അവൈലബിൾ ആണ്. ആ ഒരു ആർസണലിൻ്റെ ഫോർവേഡ്സിന് റൺസ് മേക്ക് ചെയ്യാൻ വേണ്ടി സാക്കയാണെങ്കിലും മാർട്ടിനെല്ലി ആണെങ്കിലും ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ഫാസ്റ്റാണ്. അപ്പോൾ അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി എസ്പെഷ്യലി മാർട്ടിനെല്ലിയെ ഫീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഒരു മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യുക, മാർട്ടിനെല്ലിയെ ഫീഡ് ചെയ്യുക, ട്രാൻസിഷൻസിൽ ഇവരെ ഹിറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നല്ല കുറേ ചാൻസസ് ഇവർ ക്രിയേറ്റ് ചെയ്തു. ട്രാൻസിഷനിൽ തന്നെയാണ് ആ ഒരു സാക്കയുടെ ഫസ്റ്റ് ഗോൾ വരുന്നതും. ആ ഒരു മാർട്ടിനെല്ലി ബോളുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഷോട്ട് എടുക്കുമ്പോഴത്തേനും അലിസൺ ആ ഷോട്ട് സേവ് ചെയ്യുന്നു. നേരെ സാക്കയുടെ കൈ കിട്ടുന്നു, സാക്ക ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പം ആ രീതിയിൽ 1-0 മുന്നിൽ നിൽക്കുന്നു. പിന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ തന്നെ മുന്നിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ലിവർപൂൾ തിരിച്ച് ഗോൾ അടിക്കും, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അവർ ഗോൾ അടിക്കും എന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന ഭാഗങ്ങളിൽ ലിവർപൂളിൻ്റെ ആർസണലിൻ്റെ ആ ഒരു മിസ്റ്റേക്ക്, ആർസണലിൻ്റെ ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സും എല്ലാം ശരിക്കും ഗോൾ കീപ്പർ ചാടി വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം ഒനാനയുടെ പ്രേതം പുള്ളി ചാടി വന്നു, ആ ഒരു ഗോൾ വഴങ്ങി. അപ്പോൾ സെൽഫ് ഗോളാണ് ശരിക്കും, ലിവർപൂൾ അടിച്ച ഗോളല്ല, സെൽഫ് ഗോളായിട്ട് ഗബ്രിയലിൻ്റെ കയ്യിലെന്തോ തട്ടിയിട്ടാണ് അകത്തോട്ട് കയറിപ്പോകുന്നത് ബോൾ. അപ്പോൾ അങ്ങനെ ഗോൾ വഴങ്ങുന്നു. ശരിക്കും ആ ഒരു ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തെങ്കിലും ശരിക്കും ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആർസണൽ എല്ലാം കൊണ്ട് കളഞ്ഞു കുളിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോപ്പ് നല്ല രീതിയിൽ ഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ലിവർപൂൾ എന്ന് പറയുന്നത് അവരുടെ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലാണ് അവർ ഇറങ്ങിയത്. അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു 3-4 മിനിറ്റിൽ 3 മിനിറ്റിൽ എന്തോ ഒരു 4 ഷോട്ടങ്ങാണ്ട് ഇവർ അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഇവർ ഇറങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ആ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ ഗെയിം കുറച്ചുകൂടെ കേജ് ചെയ്യുമാർ. 2 പേർക്ക് ഒരു വ്യക്തമായ ഡോമിനൻസ് ഇല്ലാത്ത രീതിയിൽ ആ ഒരു മിഡ്ഫീൽഡിൽ കടന്ന അടിപിടി തന്നെയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള അറ്റാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആർസണൽ കൺസൈഡ് ചെയ്ത പോലെ തന്നെ അലിസനും ആ ഒരു ഒനാനയുടെ പ്രേതം കയറി പുള്ളിയും ചാടി പുറത്ത് വന്ന് ആ ഒരു ഗോൾ അതേപോലെ സെയിം മാനറിൽ ലിവർപൂളും ഗോൾ കൺസീഡ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ലിവർപൂളിൻ്റെ ആവശ്യമായി തിരിച്ച് ഗെയിമിലേക്ക് വരിക എന്നുള്ളത് ലിവർപൂളിൻ്റെ ആവശ്യമാണ്. ശരിക്കും ലിവർപൂൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മേക്ക് ചെയ്ത് ഓൾ ഔട്ട് അറ്റാക്കിന് പോയി. അപ്പോൾ ആർസണൽ പയ്യെ എന്താണെന്ന് വെച്ചാൽ ആർസണലിനെ സംബന്ധിച്ച് ആർസണൽ ഓൾറെഡി ലീഡിലാണ്. അപ്പോൾ അവർ ആ ഒരു ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ
കുറച്ചുകൂടെ പ്രഷർ സോക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൗണ്ടറിൽ ഇവരെ ഹിറ്റ് ചെയ്യാം, ഇവരേതായാലും ചാടി ഞങ്ങളുടെ മുകളിലേക്ക് ആക്രമിക്കാൻ വേണ്ടി അല്ല അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവരെ കൗണ്ടറിൽ ഹിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ നല്ല രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ ഒരു സമയത്തും ലിവർപൂളിന് പ്രോപ്പറായിട്ട് പൊസഷൻ കയ്യിൽ വെക്കുന്നുണ്ട്. പക്ഷേ എന്നല്ലാതെ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെന്ന് ആ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആ ഒരു സമയത്തും പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് ആ ഒരു 87-ാമത്തെ മിനിറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത്, 87-ാമത്തെ മിനിറ്റിൽ കൊണാട്ടയ്ക്ക് ആ ഒരു റെഡ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആർസണൽ ശ്രമിക്കുമ്പോഴത്തേനും അവരുടെ ഫോർവേഡായിട്ടുള്ള കൈ ഹാവേർട്സിനെ ഫൗൾ ചെയ്യുന്നു, അങ്ങനെ കാർഡ് കിട്ടുന്നത്. എനിക്ക് ആ ഒരു കാർഡ് കൊടുത്തതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നിയില്ല. കാരണം കൗണ്ടറിൽ അങ്ങനത്തെ ഫൗൾ ചെയ്യുമ്പോൾ യൂഷ്വലി കാർഡ് കിട്ടാറുണ്ട്. റെഡ് കിട്ടി പുറത്തു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു 87-ാമത്തെ മിനിറ്റിൽ കൊണാട്ടെ പുറത്ത് പോകുന്നു. അത് കഴിഞ്ഞ് 2-3 മിനിറ്റിന് ശേഷമാണ് ആർസണലിൻ്റെ ഗബ്രിയേൽ സെയിം ഫൗള് നൂനസിന് എതിരെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും കാർഡ് കൊടുക്കുന്നില്ല, അതിനെതിരെ നൂനസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, നൂനസിന് യെല്ലോ കാർഡ് വീശുന്നു. അത് ശരിക്കും ഹിപ്പോക്രസി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു കൊണാട്ടയ്ക്ക് ആ ഒരു എക്സ്ട്രാ യെല്ലോ കൊടുത്ത്, ആ ഒരു 2ാമത്തെ യെല്ലോ കൊടുത്ത് റെഡ് കാർഡ് കൊടുത്തെങ്കിൽ അപ്പുറത്ത് ഗബ്രിയേലും ആ ഒരു റെഡ് കാർഡ് അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ കിട്ടി ആ ഒരു റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകേണ്ട ഗെയിമാണ്. അപ്പോൾ അത് ശരിക്കും റഫറീസിൻ്റെ ആ ഒരു ഇൻകൺസിസ്റ്റൻസി അത് വീണ്ടും പ്രൂവ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഞാനിപ്പം യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാനിത് കുറേ അനുഭവിക്കുന്നുണ്ട്. ഓരോ ക്ലബിൻ്റെ ഫാൻസും ഈ ഒരു റഫറീസിൻ്റെ ഇൻകൺസിസ്റ്റൻസി അത് നമുക്ക് പാരയാണ് ശരിക്കും. ഇപ്പം എന്താ ചെയ്യാൻ പറ്റും? പ്രീമിയർ ലീഗും റഫറീസും ഒക്കെ തന്നെ വിചാരിക്കണം ഈ ഒരു റഫറീസിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഡിസിഷൻസിന് എതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണ് വരുത്താൻ പറ്റുന്നുള്ളത് പ്രീമിയർ ലീഗൊക്കെ ശരിക്കും നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു റെഡ് കാർഡ് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും ട്രൊസാർഡ് ആ ഒരു 3ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. ട്രൊസാർഡിൻ്റെ ഗോൾ നോക്കിയാൽ 1 മാൻ ഡൗൺ ആയിട്ടുള്ള ആ ഒരു ലിവർപൂളിനെതിരെ അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ വിൻ ചെയ്ത് തന്നെ ഫ്രണ്ടിൽ പോയി മുന്നിൽ പോയിട്ട് ആ ഒരു സ്വന്തം കഴിവിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് ആ ഒരു ഗോൾ, ആ ഒരു അലിസൻ്റെ കാലുകൾക്കിടയിലൂടെ ആ ഒരു ബോൾ അടിച്ച് ഗോളാക്കുന്നത്. ശരിക്കും ട്രൊസാർഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വലിയ ടീമുകളെ കാണുമ്പോൾ എപ്പോഴും ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റിക്കെതിരെ ആണെങ്കിലും അവർ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആണെങ്കിലും പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മാച്ചൊക്കെ ജയിച്ച് അങ്ങനെ ആർസണൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കുറച്ച് ദിവസത്തേനായിരിക്കും, എന്നാലും 2ാം സ്ഥാനത്തെത്തി. ആ ഒരു തിരിച്ച് ആർസണലിനെ എല്ലാവരും ഇപ്പം ആ ഒരു ടൈറ്റിൽ കണ്ടൻഡറായിട്ട് എന്താണെങ്കിലും പറയും. കാരണം ലിവർപൂൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ലിവർപൂളിനെ ഈ രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് തോൽപ്പിച്ച ആർസണലിനെ എന്താണെങ്കിലും അവർ ടൈറ്റിൽ കണ്ടൻഡേഴ്സ് ആണെന്ന് തന്നെ പറയും. ഒരിക്കലും ആരും എഴുതി തള്ളത്തില്ല എസ്പെഷ്യലി ഈ ഒരു മാച്ചിന് ശേഷം. അപ്പം ഈ ഒരു മാച്ച് ലിവർപൂൾ തോക്കുമ്പോഴത്തേനും ഹാപ്പി ആയത് ഗോഡിയോളയും പിള്ളേരുമാണ്. അപ്പം ഗോഡിയോളയ്ക്ക് ഇനിയിപ്പം 2 മാച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ആ 2 മാച്ചും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിനെ കടത്തിവെട്ടി നമ്പർ 1 സ്പോട്ടിൽ സിറ്റിക്ക് തിരിച്ച് എത്താനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഈ ഒരു ആർസണലും ലിവർപൂളും കൂടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇപ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ സ്റ്റാറ്റ്സ് നോക്കിയാലും പൊസഷനൊന്നും ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. പക്ഷേ XGയുടെ കാര്യം നോക്കിയോ, ആർസണലിൽ 3.5 എന്തോമാണ് ആർസണലിൻ്റെ XG, ഇവർക്ക് 1 പോലുമില്ല, 0.8 എന്തോ ആണ് ലിവർപൂളിൻ്റെ XG. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർപൂൾ ക്രിയേറ്റീവ്ലി ആ ഒരു ഫൈനൽ തേർഡിൽ അവരുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. നല്ല രീതിയിൽ അവരുടെ ഫോർവേഡ്സിന് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു അവർ. അപ്പം മിഡ്ഫീൽഡ് വൻ പരാജയം ഇന്നത്തെ മാച്ചിൽ. അപ്പോൾ അവരുടെ മുഹമ്മദ് സലാ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. മുഹമ്മദ് സലാ അറ്റാക്കിംഗ് വൈസ് ഭയങ്കര ഒരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ മിഡ്ഫീൽഡിൽ സൊബോസ്ലോ ഇല്ലായിരുന്നു. അപ്പം സൊബോസ്ലോയുടെയും സലാഡയൊക്കെ ആ ഒരു ആബ്സെൻസ്. അപ്പുറത്ത് ആർസണലിൻ്റെ ബാന്ധം. അപ്പോൾ ആർസണൽ ഫാൻസ് പറയും ഞങ്ങൾക്ക് ഹേസൂസ് ഇല്ലായിരുന്നു, ടോമിയാസും ഇല്ലായിരുന്നു, തോമസ് പാട്ടേ ഇല്ലായിരുന്നു, എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലെന്ന് പറയും. പക്ഷേ എല്ലാം ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് പറയുന്നതല്ല, 2 പേർക്കും ആ ഒരു ആബ്സെൻസിൻ്റെ കാര്യം പറയാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ്. ബൈ.